പ്രേക്ഷകരെ, നമുക്കൊക്കെ അറിയാം 2000 കോടിയുടെ ഗ്രാന്റ് ചോദിച്ചെടുത്താണ് 530 കോടിയുടെ അടുത്തുള്ള വായ്പ അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിന്, വയനാടിന്, നമ്മുടെ ഉണ്ടക്കൈ ചൂരൽമലയ്ക്കെല്ലാമായി. ഈ മൂലധന നിക്ഷേപ വായ്പാ ഇനത്തിലാണ് വയനാടിന് വേണ്ടി കേന്ദ്രം വായ്പ അനുവദിച്ചിട്ടുള്ളത്. അതിൽ 16 പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്രം പണം അനുവദിച്ചു. ആ 16 പദ്ധതികൾക്ക് വേണ്ടി തന്നെ കേരളം ഈ തുക ചെലവഴിക്കണം. അപ്പോൾ ആ ഓരോ പദ്ധതികളും ഏതാണെന്ന് നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കാൻ പോവുകയാണ്. ആ ഓരോ പദ്ധതികൾക്കും എത്ര രൂപ വീതമാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളതെന്നും, അതായത് ഈ 530 കോടിയുടെ അടുത്തുള്ള തുക ഈ പദ്ധതികൾക്കെല്ലാം വേണ്ടിയാണ് ചെലവഴിക്കേണ്ടി വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാനുള്ളത്. അതിൽ ആദ്യത്തേത് എടുത്തു കഴിഞ്ഞാൽ ടൗൺഷിപ്പിലെ പൊതു കെട്ടിട നിർമ്മാണത്തിനായി 111.32 കോടി രൂപയാണ് ചെലവഴിക്കേണ്ടി വരിക. ടൗൺഷിപ്പായാണ് ഈ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് ഈ ടൗൺഷിപ്പിലെ പൊതു കെട്ടിട നിർമ്മാണത്തിന് 111.32 കോടി രൂപ ചെലവഴിക്കും. മറ്റൊന്ന് ടൗൺഷിപ്പിലെ റോഡാണ്. ഈ റോഡിനായി 87.2 കോടി രൂപയാണ് ചെലവഴിക്കേണ്ടി വരിക. അടുത്തതായി ഫയർഫോഴ്സ് സ്റ്റേഷൻ. നമുക്കറിയാം, ചിന്നിച്ചിതറിപ്പോയ നാടാണ്. ഈ രക്ഷാപ്രവർത്തനത്തിൽ പോലും പകച്ചു നിന്ന നമ്മുടെ സമയങ്ങൾ അതിവേഗം തന്നെ നമുക്ക് അതിലേക്കൊക്കെ കടക്കേണ്ടി വന്നു. അപ്പോൾ ഇനിയൊരു ഇതുപോലുള്ള ദുരന്തമുണ്ടായാൽ നമുക്കങ്ങനെ പകച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ടൗൺഷിപ്പ് ഫയർഫോഴ്സ് സ്റ്റേഷന് വേണ്ടി 21 കോടി രൂപയാണ് ചെലവാക്കേണ്ടി വരിക. അടുത്തതായി പുന്നപ്പുഴ ഒഴുക്ക് ക്രമീകരണത്തിനായി 65 കോടി രൂപ ചെലവാക്കേണ്ടി വരും. ഇതിൽ 16 പദ്ധതികൾ, അതിലെ ആദ്യത്തെ 4 പദ്ധതികളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അടുത്ത 4 പദ്ധതികളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ പറയുന്ന 16 പദ്ധതികളും കൃത്യമായി തന്നെ ചെലവാക്കേണ്ടി വരും. അടുത്തത് ചൂരൽമല പാലമാണ്. തകർന്ന് തരിപ്പണമായി പോയ ചൂരൽമല പാലം, അത് പുതുതായി പണിയണം. അതിന് 38 കോടി രൂപ ചെലവാക്കേണ്ടി വരും. മറ്റൊന്ന് മുട്ടിൽ മേപ്പാടി റോഡ് നവീകരണം, അതിനായി 60 കോടി രൂപ. സ്കൂൾ പുനർനിർമ്മാണം, അതിനായി 12 കോടി രൂപയും. രോഗബാധിതർക്കുള്ള കെട്ടിട നിർമ്മാണം, അതിനായി 15 കോടിയും ചിലവാക്കേണ്ടി വരും. അതാണ് നമ്മൾ ഈ കണ്ട 8ഓളം പദ്ധതികൾ. ഇനിയുള്ള മറ്റുള്ള പദ്ധതികളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. അതിൽ കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ ഡി ബ്ലോക്കിനായി 30 കോടി രൂപ. കാരാപ്പുഴ ജലശുദ്ധീകരണ പ്ലാന്റ്, അതിനായി 22.5 കോടി രൂപ ചെലവാക്കണം. വിവിധോദ്ദേശ ഷെൽട്ടറുകൾക്കായി 28 കോടി രൂപ ചെലവാക്കും. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സബ്സ്റ്റേഷൻ, 13.5 കോടി രൂപയും. ഇത്തരത്തിലുള്ള 16 പദ്ധതികളാണ് കേരളത്തിന് വയനാട്ടിൽ ചെലവാക്കേണ്ടി വരുന്നത്. മറ്റൊരു കാര്യം, ഈ പദ്ധതികൾക്ക് വേണ്ടി മാത്രമേ ഇത്രയും തുക ചിലവാക്കാനും കഴിയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനം. ഈ പദ്ധതിക്ക് വേണ്ടി ചിലവാക്കുന്ന തുകയൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള ഈ വായ്പ വെട്ടിച്ചുരുക്കും എന്നൊരു കാര്യം കൂടി കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, ഈ 1.5 മാസത്തിനുള്ളിൽ ഈ തുക മുഴുവൻ ചെലവഴിക്കണം. അതുമാത്രമല്ല, ഈ നിശ്ചയിച്ചിട്ടുള്ള പദ്ധതികളിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വന്നാൽ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള വായ്പയങ്ങ് വെട്ടിച്ചുരുക്കുമെന്ന നിബന്ധന കൂടി കേന്ദ്രം കേരളത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ദുരന്ത മുഖത്ത് നിന്ന് പകച്ചു നിന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ അവരെ കേട്ടിട്ടുണ്ട്, എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഈ ഒരുപാട് തുകയൊന്നും അനുവദിച്ച് കിട്ടാത്തൊരു സാഹചര്യത്തിൽ അവർ സമരത്തിന് പോലും തയ്യാറാവുന്ന ഒരു സാഹചര്യം വയനാട്ടിൽ കാണാനുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ ദുരന്തബാധിതർക്ക് പറയാനുള്ളതെന്ന് ഞങ്ങൾ ഒന്ന് കേട്ടു. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മുഖത്ത് പകച്ചു നിന്ന ആ മനുഷ്യർക്ക് ഈ കേന്ദ്രം ഈ വായ്പ അനുവദിച്ച ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. സമരമല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. എന്താ വെച്ചാൽ എനിക്ക് അർഹതപ്പെട്ടതാണ്, മൊത്തം പോയതാണ്. കേന്ദ്രം തിരിച്ചു കൊടുക്കേണ്ടാത്ത രീതിയിലുള്ള സഹായമാണ് ചെയ്യേണ്ടത്. പുനരധിവാസത്തിനുള്ള സഹായമാണ്, അല്ലാതെ വായ്പയല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എവിടെ വേണമെങ്കിലും ഞങ്ങൾ സമരത്തിന് പോകാൻ തയ്യാറാണ്. ഇനി കലക്ട്രേറ്റിൽ വേണമെങ്കിലോ വേറെ എവിടെ വേണമെങ്കിലും, ഇനി പഞ്ചായത്തിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾ സമരത്തിന് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. അതിൽ ഞങ്ങൾക്ക് ഇനി വേറെ ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വിഷമം കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അത് ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും കിട്ടിയേ പറ്റുള്ളൂ. സൗജന്യമല്ല, ശരിക്കും പറഞ്ഞാൽ അർഹതപ്പെട്ട സഹായമാണ് അവർക്ക് കിട്ടുന്നത്. അത് കിട്ടിയേ പറ്റൂ. എൻ്റെ നാട്ടിൽ വന്ന് ഞങ്ങൾ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഞങ്ങളുടെ നാട്ടിൽ വരുന്നത്. അദ്ദേഹം ഞങ്ങളെ നാട്ടിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞ എന്താ, ഞങ്ങളോട് എന്നുള്ള ലോകത്തോട് രാജ്യത്തോട് അവർ പറഞ്ഞു, അതായത് സാമ്പത്തികം എന്നത് നിങ്ങളുടെ പുനരധിവാസത്തിനൊരു തടസ്സമില്ല, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിങ്ങളൊരു പുനരധിവാസം എന്നുള്ളൊരു പ്രയാസമാകില്ല എന്നാണ്. അത് ഞങ്ങൾക്കൊക്കെ ഒരു വലിയ ആശ്വാസം തോന്നിയ വാക്കുകളാണ്. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ കേന്ദ്ര സർക്കാർ ഇവരെന്തിനാ ഈ 50 കോടി 500 കോടി വായ്പയായിട്ട് തരുന്നത്? 50 കൊല്ലത്തേക്ക് 50 കൊല്ലം കഴിഞ്ഞ് ഇവിടെ ആരെങ്കിലും ഉണ്ടാവുമോ?
നോക്കൂ, ഈ ചോദ്യങ്ങളെല്ലാം പ്രസക്തമാണ്, പ്രധാനപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും ഒക്കെ കടക്കേണ്ടതുണ്ട്. കേരളം എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഈ തുക ചെലവഴിക്കുക എന്ന വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ VS രഞ്ജിത്തും റോഷിബാലും നോബൽ മാരിക്കാരനുമെല്ലാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആദ്യം VS രഞ്ജിത്തിലേക്കാണ് പോകുന്നത്. രഞ്ജിത്ത്, നോക്കൂ, ഈ കേന്ദ്ര നിബന്ധനയ്ക്കനുസരിച്ച് ഈ ഒരു പദ്ധതി പൂർത്തിയാക്കാൻ കേരളത്തിനാവുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 2000 കോടിയുടെ പാക്കേജ് ചോദിച്ചെടുത്ത് നമുക്ക് കിട്ടുന്നത് ഇത്രയും ചെറിയ തുകയാണ്, അതും വായ്പയായാണ്, പലിശയില്ലെന്ന് പറയുന്നു. പക്ഷേ ഈ ഒരു സമയപരിധി, അതിനുള്ളിൽ എങ്ങനെ ചെലവഴിക്കും ഈ തുക, രഞ്ജിത്ത്? റോഷ്നി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം ഈ സമയപരിധി തന്നെയാണ്. 1.5 മാസം അഥവാ 45 ദിവസം കൊണ്ട് ഈ തുക ചെലവഴിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ തുക മുൻകൂറായി ലഭിക്കുകയില്ല. ഈ തുക ചെലവഴിച്ചതിൻ്റെ വിനിയോഗ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനനുസരിച്ച് മാത്രമേ ഈ തുക ലഭിക്കുകയുള്ളൂ. അങ്ങനെ വിനിയോഗ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും ഫണ്ട് ചെലവഴിച്ചു എന്ന് കാണിക്കുകയും ആ ഫണ്ടിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രം, അത് മാർച്ച് 31-നകം ചെയ്താൽ മാത്രമേ ഈ തുക ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നത്. മാത്രവുമല്ല, ഇത് കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ, അതായത് വീടുകൾ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നെടുമ്പാലയിലും എൽസ്റ്റനിലെയും ഒക്കെ എസ്റ്റേറ്റുകളിൽ അവിടെ വീട് നിർമ്മാണം, ഈ ദുരിതബാധിതർക്കുള്ള വീട് നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. ഈ വീട് നിർമ്മാണത്തിന് ഈ തുക ചെലവഴിക്കാൻ സാധിക്കില്ല. മറിച്ച് അവിടേക്കുള്ള റോഡ്, അവിടുത്തെ പൊതുകെട്ടിടങ്ങൾ, അവിടുത്തെ ഈ ഫയർ സ്റ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കുക. അതായത് അത്തരം കാര്യങ്ങളൊക്കെ 2ാം ഘട്ടത്തിൽ മാത്രം വരുന്ന കാര്യങ്ങളായിരിക്കും. ആദ്യഘട്ടത്തിൽ അവിടുത്തെ വീട് നിർമ്മാണത്തിനായിരിക്കും ഏറ്റവും പ്രാഥമികമായ പരിഗണന കൊടുക്കുക. ആ വീട് നിർമ്മാണത്തിന് ഈ തുക ചെലവഴിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രതിസന്ധി. 2ാമത്തെ പ്രതിസന്ധി, ഈ പറഞ്ഞ പ്രകാരത്തിൽ, അതായത് 16 പദ്ധതികൾ, ഈ 16 പദ്ധതികളൊന്നും മാർച്ച് 31-നകം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതോ മാർച്ച് 31-നകം ഇതുമായി ബന്ധപ്പെട്ട വിനിയോഗ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധിക്കുന്നതോ അല്ല എന്നുള്ളതാണ്. തികച്ചും അപ്രായോഗികമായിട്ടുള്ള ഉപാധികളോട് കൂടിയിട്ടാണ് 529.5 കോടി രൂപ വായ്പയായി അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ റോഷ്നി സൂചിപ്പിച്ച പോലെ 2000 കോടിയുടെ വിവിധ പദ്ധതികളാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ സംസ്ഥാനം വെച്ചിരുന്നത്. ഈ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് സർവസ്വവും നഷ്ടപ്പെട്ട മനുഷ്യരെ പുനരധിവസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സമഗ്രമായ പാക്കേജ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കി 2000 കോടിയുടെ ഗ്രാന്റ് ആവശ്യപ്പെട്ട സ്ഥലത്താണ് വായ്പ അനുവദിക്കുന്നത്. എന്നാൽ ആ വായ്പ പോലും ഈ സാമ്പത്തിക വർഷത്തിൽ മാത്രം ഉപയോഗിച്ച് തീർക്കേണ്ട ഒരു പദ്ധതിയായിട്ട് അനുവദിക്കുകയാണ്. അതുപോലും ഒരു ഔദാര്യം എന്ന രീതിയിൽ കൊടുക്കുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം, ധനകാര്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് എല്ലാ അനുമതികളും ലഭിച്ചാൽ അടുത്ത സാമ്പത്തിക വർഷം മാത്രമേ ഇതിൻ്റെയൊക്കെ വിനിയോഗം സാധ്യമാവുകയുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം സാധ്യമാവുകയുള്ളൂ, ഈ പദ്ധതിയുടെ നിർമ്മാണങ്ങൾ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കിഫ്ബിക്കാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല. അതുപോലെ തന്നെ ഊരാളുങ്കലാണ് ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള എല്ലാ സഹായങ്ങളും കൊടുക്കുകയും ഡിസൈൻ രൂപകൽപ്പന എല്ലാം ചെയ്യുകയും ചെയ്യുന്നത്. അവരോടെല്ലാം ആ പരിപാടികൾ, ആ പദ്ധതികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി തുടക്കത്തിൽ ചെയ്യുന്നത് അവിടെ വീട് നിർമ്മാണമാണ്. ആ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ സാധിക്കാത്ത മറ്റടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഈ തുക എങ്ങനെയാണ് മാർച്ച് 31-നകം വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകി ഈ തുക കൈവശപ്പെടുത്താൻ സാധിക്കുക, ഈ തുകയെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പലിശരഹിത വായ്പയാണെങ്കിൽ കൂടി സംസ്ഥാനം തിരിച്ചടക്കേണ്ട ഒരു ബാധ്യതയായി ഇത് സംസ്ഥാനത്തിന് മുകളിൽ മാറുകയും ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു പ്രതിസന്ധി. അതാണ് VS രഞ്ജിത്ത് പറഞ്ഞത്. ഈ മന്ത്രി പറയുന്നത് പോലെ അടുത്ത സാമ്പത്തിക വർഷത്തിൽ തുടങ്ങാൻ കഴിയുന്ന പല കാര്യങ്ങളും ഈ ഒരു മാസത്തിൽ, ഇത്രയും ദിവസത്തിനുള്ളിൽ എങ്ങനെ ഈ പണം ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പ്രതിസന്ധിയാണ്. ഇനിയിപ്പോൾ കേരളത്തിന് മുന്നിലുള്ള പോംവഴി എന്താണ്, കേന്ദ്രം ഇനി എന്താണ് ചെയ്യുക എന്നതൊക്കെ നോബൽ മാരിക്കാരനും റോഷിബാലും ഒക്കെ ഇതേ അടുത്ത നിമിഷം തന്നെ വിവരിക്കും. അതിനു മുൻപ് നമുക്കിതിൽ ചില പ്രതികരണങ്ങളൊന്ന് കാണേണ്ടതുണ്ട്. കേന്ദ്രം നിബന്ധനകൾ പേടിപ്പിക്കുന്നതാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറയുകയുണ്ടായി. 45 ദിവസത്തിനകം 520 കോടി രൂപ ചെലവഴിച്ചേ മതിയാകൂ എന്ന് വാശിയോടെ കേന്ദ്രം പറയുന്നു. ദുരന്തത്തോട് മനുഷ്യരഹിതമായ നിലപാടാണ് ആദ്യം മുതൽ കേന്ദ്രം സ്വീകരിച്ചതെന്നും മന്ത്രി കുറ്റപ്പെടുത്തുകയുണ്ടായി. ആ പ്രതികരണം ഒന്ന് കാണൂ. കേരളത്തിന് തരേണ്ട അവകാശങ്ങൾ കേരളത്തിന് ലഭ്യമായ മതിയാകും. അതിനു പകരം ലോൺ തരാം എന്ന് പറയുന്നു എന്ന് മാത്രമല്ല, ആ ലോൺ തരുന്നതിനെക്കുറിച്ച് ഡയറക്ടർ പുറത്തിറക്കിയിട്ടുള്ള നിബന്ധനകൾ അതിനേക്കാൾ നമ്മളെ പേടിപ്പിക്കുന്നതാണ്. ആ നൽകുന്ന സഹായം പോലും 45 ദിവസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പൊതു ധാരണ ഉണ്ടാവുക?
കേന്ദ്ര നിബന്ധനകൾ പേടിപ്പിക്കുന്നതാണെന്നാണ് മന്ത്രി കെ രാജൻ പറയുന്നത്. മറ്റൊരു പ്രതികരണത്തിലേക്ക് കൂടി നമ്മൾ വരികയാണ്. ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിലെ കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ സംസ്ഥാന സർക്കാരുമായി യോജിച്ച് പ്രക്ഷോഭത്തിന് തയ്യാറെന്ന് കെ സുധാകരൻ പറയുകയുണ്ടായി. പലിശയ്ക്ക് വായ്പയെടുക്കാനാണെങ്കിൽ ഇവിടെയാകാമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവരോട് എന്തിനാണ് ഈ ക്രൂരതയാണ് നടക്കുന്നതെന്നാണ് കെ സുധാകരൻ പറയുന്നത്. കേന്ദ്ര സർക്കാരിന് മനുഷ്യത്വമില്ലെന്നും KPCC പ്രസിഡന്റ് പറയുകയുണ്ടായി. കേൾക്കൂ. ആ വായ്പ നമുക്ക് ഇവിടെ നിന്ന് എടുക്കായിരുന്നു. അത് കേന്ദ്രത്തിന്റെ പൈസ വേണ്ടിയിരുന്നില്ല. അത് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ വായ്പ കൊടുക്കുന്ന ആളുകളുണ്ട്. നമുക്ക് ആ വായ്പ എവിടേക്ക് നിർത്താൻ മതിയായിരുന്നു. അന്തസ്സും മാന്യതയുമുള്ള ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടതല്ല ഈ ചെയ്തത്. എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്കാണ് ഈ വീട് ഇതിന്റെ പണവും കൊടുക്കുന്നത്. അവരെവിടെ വീടെടുക്കാൻ? ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള മനുഷ്യത്വം പോലും ഈ സർക്കാരിന് ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. അതൊരു ചോദ്യമാണ്. എല്ലാം തകർന്നു നിൽക്കുന്ന മനുഷ്യരോട് മനുഷ്യത്വമല്ലാതെ മറ്റെന്താണ് കാട്ടാനുള്ളത്? മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള വായ്പാ സഹായം കേരളത്തെ അപമാനിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇത്രയൊക്കെ മതി എന്ന പരിഹാസ നിലപാടാണ് കേന്ദ്രത്തിന്റേത്. കേരളത്തിന് സഹായം തരില്ല എന്ന് പറയുന്നത് നീതികേടാണെന്നും VD സതീശൻ പറഞ്ഞു. കേൾക്കൂ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ലല്ലോ നമുക്ക് വേണ്ടത്. അവിടെ ഉണ്ടായത് ഒരു തീവ്ര ദുരന്തമാണ് വയനാടിൽ ഉണ്ടായത് എന്ന് അവർ അംഗീകരിച്ചു. അപ്പൊ സാധാരണ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത് പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് കൊടുക്കുന്നത്. ആ പ്രത്യേക സാമ്പത്തിക പാക്കേജ് നമ്മൾ 2000 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് 100, 200, 500 കോടി കുറച്ചോ. പക്ഷേ അതൊന്നും തരാതെ 590 കോടി രൂപയുടെ 50 വർഷത്തേക്കുള്ള കടമായിട്ട് തരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, പരിഹസിക്കുന്നതിന് തുല്യമാണ്, കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയാണ്. പിന്നെ 50 വർഷം കഴിഞ്ഞിട്ട് അടക്കണ്ടെന്ന് പറയാൻ സുരേന്ദ്രൻ ആരാ? ഇതിനെ കെ സുരേന്ദ്രന്റെ പ്രതിരോധ മറുപടി വന്നു, അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടായിരുന്നു. ആ പ്രതികരണം ഒന്ന് കാണാം നമുക്ക്. ഈ 529 കോടിയുടെ വായ്പ ഗ്രാന്റിന് തുല്യമാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ബേജാറാവേണ്ട, 50 വർഷത്തിന് ശേഷം തിരിച്ചടയ്ക്കുന്നതിനുള്ള വേവലാതി ഇപ്പോൾ വേണ്ട. ഇപ്പോൾ എന്തിനാണ് ആ വേവലാതി എന്നാണ് ചോദിക്കുന്നത്. നൽകിയ തുക ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. അതിനുള്ള സമയമാണ് വേണ്ടതെങ്കിൽ അത് ചർച്ച ചെയ്യാമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. കേന്ദ്ര സർക്കാർ കേരളത്തിനെ, വയനാടിനെ കൈയയച്ചിപ്പോൾ സഹായിച്ചിരിക്കുകയാണ്. കൂടുതൽ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് കിട്ടിയ സഹായം ഫലപ്രദമായി ഉപയോഗിക്കാനാണ് സർക്കാർ തയ്യാറാവേണ്ടത്. പിന്നെ 50 വർഷം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചടയ്ക്കുന്നതിനെ പറ്റിയിട്ടുള്ള വേവലാതി പിണറായി വിജയനോ ഇവിടുത്തെ UDFO ഇപ്പോൾ നടത്തണ്ട. 5 കൊല്ലം കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ഇവിടെ ദേശീയ കക്ഷികൾക്ക് വരും. അതിന് ആ കാര്യത്തെപ്പറ്റി നിങ്ങളിപ്പോൾ വല്ലാതെ വേവലാതിപ്പെടേണ്ട. ഇവിടെ 550 കോടി രൂപ ഫലപ്രദമായി ചെലവഴിക്കാനുള്ള സത്വര നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. ബേജാറായി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുടെ പ്രതികരണമാണ് നമ്മൾ നേരത്തെയൊക്കെ കേട്ടത്. അപ്പോൾ ഇനി നമുക്ക് ഒന്നേ അറിയാനുള്ളൂ, ഈ കേരളം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് നോക്കാം. റിപ്പോർട്ടർ ബ്രേക്കിംഗ് പോയിന്റിലേക്കാണ് നമ്മൾ എത്തുന്നത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് അനുവദിച്ച വായ്പാ തുക മാർച്ച് 31-നകം വിനിയോഗിക്കണമെന്ന ഉപാധിയിൽ സാവകാശം തേടാനാണ് കേരളത്തിന്റെ തീരുമാനം. സമയപരിധി വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടും. നിർദ്ദേശം അപ്രായോഗികമെന്ന് കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കും, അറിയിപ്പിക്കും. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന ധനവകുപ്പ് സെക്രട്ടറിമാർ തമ്മിൽ ചർച്ച നടത്തുമെന്നുമാണ് കേരളത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ തീരുമാനം. റോഷിബാൽ നൽകും വിശദാംശങ്ങൾ. റോഷിബാൽ, പോംവഴികൾ കാണാതെ കേരളത്തിന് മറ്റു വഴികളൊന്നുമില്ല. ഇപ്പോൾ കേന്ദ്രം പറയുന്ന ഈ ഒരു ചെറിയ സമയപരിധിക്കുള്ളിൽ ഇത്രയും തുക ചെലവഴിക്കാൻ കേരളം തീരുമാനിക്കുകയാണെങ്കിൽ തന്നെ അതാണ് നിലവിൽ തീരുമാനം. പക്ഷേ അതിന് വലിയ കടമ്പകൾ കേരളത്തിന് കടക്കേണ്ടി വരും. അപ്പോൾ എന്താണ് ഇനി കേരളത്തിന്റെ മുന്നിലുള്ള വഴി? റോഷ്നി, നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെയാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യ പരിഗണന അവിടെ പുനരധിവാസമാണ്. പുനരധിവാസ പ്രവർത്തനത്തിന് തന്നെ പണം കണ്ടെത്താനായി രാഷ്ട്രീയ പാർട്ടികളെയും സന്നദ്ധ സംഘടനകളുടെയും സഹായം തേടിയിരിക്കുകയാണ് സർക്കാർ. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി അതിനുകൂടി എങ്ങനെ പണം കണ്ടെത്തുമെന്ന വലിയൊരു വെല്ലുവിളിയുണ്ട്. ഈ പണം ചിലവഴിച്ചതായി വിനിയോഗിച്ചതായുള്ള സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ ഈ പണം 529 കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് നൽകിയുള്ളൂ. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ 1.5 മാസക്കാലം കൊണ്ട് ഈ പണം ചിലവഴിച്ച് ആ പദ്ധതി പ്രവർത്തനം പൂർത്തിയാക്കുക അത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തെ അറിയിക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തത്. ഈ ചുമതല അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ജയതിലകിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ജയതിലക് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തും. സംസ്ഥാനത്തിൻ്റെ ഈ പ്രതിസന്ധി ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തും. കൂടുതൽ സാവകാശം തേടും. ഇപ്പോഴുള്ള മാർച്ച് 31 എന്ന് പറഞ്ഞ ആ സമയപരിധി
അത് നീട്ടണമെന്ന ആവശ്യമാണ് പ്രധാനമായും സർക്കാർ മുന്നോട്ട് വയ്ക്കുക. ഏതാണ്ട് 16 പദ്ധതികളാണ് പണം സർക്കാർ ആവശ്യപ്പെട്ടത്. ഏതാണ്ട് 536 കോടി രൂപയോളം ആവശ്യപ്പെട്ടു. അത് സഹായമായിട്ടാണ് ആവശ്യപ്പെട്ടത്. ഇതുപോലെ ഒരു തിരിച്ചടക്കുന്ന രീതിയിലുള്ള ഒരു വായ്പയായിട്ടല്ല സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചതും. പക്ഷേ അത് സഹായത്തിന് പുറത്ത് അതൊരു വായ്പയായി, പലിശരഹിത വായ്പയായി, പക്ഷേ 50 വർഷം കൊണ്ട് തിരിച്ചടക്കാമെന്ന ഒരു നിർദ്ദേശത്തോട് തരുന്നു എന്ന് മാത്രമല്ല, ഈ സാമ്പത്തിക വർഷം തന്നെ അത് വിനിയോഗിക്കണം. വിനിയോഗിച്ചതിന് ശേഷം അതിൻ്റെ രേഖ അവിടെ ഹാജരാക്കിയാൽ മാത്രമേ ഈ വായ്പ നൽകുകയുള്ളൂ എന്ന കടുത്ത നിബന്ധനയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. സർക്കാർ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അപ്രായോഗികത കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ സർക്കാരിന് വലിയ അതൃപ്തിയുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ ഈ മുണ്ടക്കൈ ചൂരൽമലയിലെ ഏറ്റവും വലിയ ഈ ദുരന്തത്തിന് സഹായം നൽകിയില്ല എന്ന വിമർശനമുണ്ടായിരുന്നു. ആ സഹായം നൽകിയില്ല എന്ന് മാത്രമല്ല, അവിടെ നടത്തേണ്ട അടിസ്ഥാന സൗകര്യ വികസനത്തിന് പോലും സഹായം നൽകാതെ ഒരു നിശ്ചിത തുക അനുവദിക്കുകയും അത് വായ്പയായി നൽകി നിശ്ചിത സമയം, ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് അത് വിനിയോഗിക്കണമെന്ന കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. അത് സത്യത്തിൽ സർക്കാർ വലിയ കുരുക്കിലാകുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന ധനകാര്യ സെക്രട്ടറിമാർ തമ്മിൽ ആശയവിനിമയം നടത്തി ഈ കാര്യത്തിൽ ഒരു ഇളവ് വാങ്ങാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ഏതായാലും അവിടെ പുനരധിവാസമടക്കമുള്ള എല്ലാ പ്രവർത്തനത്തിനും സംസ്ഥാന സർക്കാർ തന്നെ പണം കണ്ടെത്താനുള്ള തീരുമാനമെടുത്തതാണ്. അതിന് ഓരോ രാഷ്ട്രീയ പാർട്ടികളടക്കം ഇപ്പോൾ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കർണാടക ഗവൺമെൻറ് 100 വീട് വാഗ്ദാനം ചെയ്തു. അതിന് പുറമെ കോൺഗ്രസ്, CPM, മുസ്ലിം ലീഗ്, DYFI അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും യുവജന പ്രസ്ഥാനങ്ങളും അവിടെ വീട് നിർമ്മിക്കാനും പുനരധിവാസ പ്രവർത്തനത്തിനുമായി വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനത്തിനെതിരെ കടുത്ത നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകും. ഈ കാര്യത്തിൽ പ്രതിപക്ഷവും സംസ്ഥാന സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ അത് രമ്യതയിൽ പരിഹരിച്ച് ഈ കാലയളവ് കൂട്ടി നൽകാനുള്ള ഒരു ശ്രമം, ആ കൂട്ടി വാങ്ങാനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിന് കേന്ദ്രം വഴങ്ങുന്നില്ലെങ്കിൽ മറ്റ് വഴികൾ തേടേണ്ടി വരും എന്നാണ് നമുക്കിപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, പ്രതിപക്ഷമടക്കം വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പുകൾ തന്നതാണ്. നമ്മൾ നേരത്തെയൊക്കെ അത് കണ്ടതാണ്. എന്തായാലും ഒരു വട്ടം കൂടി കേന്ദ്രത്തോട് ചോദിക്കാൻ പോവുകയാണ് കേരളം. ഇനി എന്ത് ചെയ്യും? ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം വീണ്ടും ഉന്നയിക്കണം, ഈ കേന്ദ്രത്തെ ധരിപ്പിക്കണം, ഈ സമയപരിധിയെങ്കിലും നീട്ടിക്കിട്ടണം. അതിനൊക്കെയുള്ള ശ്രമമായിരിക്കും കേരളം ഇനി നടത്താൻ പോകുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ നടത്തിയാലും കേന്ദ്രം കനിയുമോ? നമുക്ക് നോബൽ മാരിക്കാരിലേക്ക് കൂടി ഒന്ന് പോവേണ്ടതുണ്ട്. നോബൽ, ഈ കേരളം ഇളവ് തേടിയാലും കേന്ദ്രം അത് അനുവദിക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറ്റൊന്ന്, ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നേരത്തെ ഇപ്പോൾ 1200 കോടിയടക്കം കേന്ദ്രം അനുവദിച്ച ഈ വായ്പയുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടി ചേരുമ്പോൾ 1800-ലധികം കടക്കുകയാണ് ഈ വായ്പാ പരിധി. അപ്പോൾ കേന്ദ്രം ചോദിക്കില്ലേ, നിങ്ങൾക്ക് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇത്രയും തന്നിട്ടില്ലേ എന്ന് കേന്ദ്രം ചോദിക്കുമോ എന്നുള്ള പേടി പോലും സർക്കാരിനുണ്ട്. അപ്പോൾ കേന്ദ്രം ഇനി കനിയുമോ നോബൽ? അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കണോ നമുക്ക്? റോഷ്നി, കേരളം എന്താണെങ്കിലും വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. പണം അനുവദിച്ചത് വായ്പയായിട്ട് മാത്രമാണ്. അതോടൊപ്പം തന്നെ അത് പൂർണ്ണമായി ചെലവഴിക്കേണ്ട സമയം ഈ സാമ്പത്തിക വർഷം, അതായത് മാർച്ച് 31 അത് വലിയ പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്രവുമായി ചർച്ചയ്ക്ക് നീങ്ങാനുള്ള തീരുമാനം കേരളം എടുത്തിരിക്കുന്നത്. പക്ഷേ എത്രത്തോളം ഇതിൽ കേന്ദ്രം അനുകൂലമായ നിലപാട് സ്വീകരിക്കും എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഈ ദുരന്തം ഉണ്ടായി 6 മാസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലൊരു സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വായ്പയായിട്ടാണെങ്കിൽ ലഭിക്കുന്നത്. പ്രധാനമന്ത്രി നേരിട്ട് ഇവിടെ എത്തി സ്ഥിതിഗതികൾ മൊത്തം കണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മുഴുവൻ ശേഖരിച്ച് പിന്നീട് കേരളം ഇതുമായി ബന്ധപ്പെട്ട മെമ്മോറാണ്ടം അടക്കം സമർപ്പിച്ച് അത്തരത്തിൽ നിരന്തര സമ്മർദ്ദം ചെലുത്തി. കഴിഞ്ഞ 2 പാർലമെന്റ് സമ്മേളനങ്ങളിൽ MP-മാർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം കടമായാണെങ്കിലും കേന്ദ്രം നൽകിയത്. സ്വാഭാവികമായും അത് ഒരുപാട് പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട് എന്ന് കേരളം പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ് താനും. പക്ഷേ ഇത് കേന്ദ്രത്തെ ധരിപ്പിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് കൃത്യമായി തന്നെ ധരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും അതിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് അനുകൂല തീരുമാനം ഉണ്ടാകുക വലിയ പ്രതിസന്ധിയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ മുൻപെടുത്ത നിലപാടുകളൊക്കെ നമുക്കറിയാം. സ്വാഭാവികമായും അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷേ ഇത് ധനകാര്യ മന്ത്രിയെയും അതോടൊപ്പം അവരുടെ കീഴിലുള്ള മറ്റ് വകുപ്പുകളിലടക്കമുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ ഇത് കൃത്യമായി ധരിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ കേരളത്തിന് കഴിഞ്ഞേക്കും. പക്ഷേ അങ്ങനെ കഴിയുമ്പോഴും സമയം വളരെ കുറവാണ് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എത്രയും വേഗം ആ നടപടികൾ കേരളം ആരംഭിച്ച് പൂർത്തീകരിക്കേണ്ടി വരും. നിലവിലത്തെ സാഹചര്യത്തിൽ ഇതിനപ്പുറം ഒരു സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുമോ എന്നതും വലിയ സംശയങ്ങളുണ്ട്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരമായ സമ്മർദ്ദം ഈ വിഷയത്തിൽ വേണ്ടി വന്നു. ഇങ്ങനെയൊരു 529.50 കോടിയുടെ സഹായത്തിലേക്കെങ്കിലും കാര്യങ്ങൾ എത്താൻ, അത് വായ്പയായിട്ടാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ പോലും അതിലേക്ക് പോലും എത്താൻ വലിയ സമ്മർദ്ദവും ചർച്ചകളും വേണ്ടി വന്നു. അപ്പോൾ ഏത് തരത്തിലായിരിക്കും കേന്ദ്രം ഇതിനെ സമീപിക്കുക എന്ന് ഏറെക്കുറെ നമുക്കൊരു ധാരണയുണ്ട്. പക്ഷേ കേരളത്തിന്റെ ആവശ്യം അത് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്ത് കേന്ദ്രത്തിനെ ധരിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷേ നിലവിലത്തെ സാഹചര്യം
സാഹചര്യത്തിൽ കേന്ദ്രം അതിനോട് അനുകൂല തീരുമാനം എടുക്കുക അത് വലിയ ബുദ്ധിമുട്ടായി തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ശരി, എന്തായാലും കേന്ദ്രം ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം തന്നെ വീണ്ടും ബാക്കിയായി നിൽക്കുകയാണ്. കേരളം എത്രയും പെട്ടെന്ന് തന്നെ കേന്ദ്രത്തെ ധരിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നതാണ് റോഷിബാലും നമ്മളോട് പങ്കുവച്ചത്. നമുക്കറിയാം, മലവെള്ളത്തിൽ ഒലിച്ചുപോയൊരു നാടാണ്, ജീവിതം ഒലിച്ചുപോയ മനുഷ്യരാണ്. അപ്പോൾ ആ മനുഷ്യരാണ് ഇപ്പോൾ ഒരു വായ്പയ്ക്ക് മുന്നിൽ, അത് ഇത്രയും ചെറിയൊരു സമയപരിധിക്കുള്ളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സർക്കാരിനെ നോക്കി കണ്ണീരണിഞ്ഞ് നിൽക്കുന്ന മനുഷ്യരാണ്. ആ മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. അവരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും അത് ദിവസങ്ങളോളം കേട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും, പുനരധിവാസം സാധ്യമാകുന്ന നിമിഷം വരെ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വിഷയത്തിൽ